നമുക്കിന്ന് അടിപൊളി ഒരു നാരങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി നാരങ്ങയെല്ലാം ഒന്ന് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ടേ. ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് കാന്താരി മുളകും കുറച്ച് വെളുത്തുള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നാരങ്ങയെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുവിട്ട് കടുവ് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തുളിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കാന്താരിമുളക് കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. കായപ്പൊടി നോക്കിയപ്പോൾ പൊടിയില്ല, തീർന്നു പോയി. അപ്പം ഞാൻ കുറച്ച് കായവും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കണേ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കണേ. പിന്നെ ഇതിനകത്ത് ഉലുവാപ്പൊടി ഇടാൻ മറക്കരുത്. ഞാനിവിടെ ഉലുവാപ്പൊടി ഇടുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അതൊക്കെ ചേർത്തൊന്ന് വഴറ്റിയെടുത്ത് പിന്നെ ഇതിനകത്ത് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കണേ. അങ്ങനെ നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം.